അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വിഭവമാണ്. അതൊരു ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഈസിയാണ്. ഈസി റെസിപ്പീസിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് കൂട്ടി വയ്ക്കാം നമ്മുടെ ചമ്മന്തി റെസിപ്പീസ് അല്ലെങ്കിൽ പാചകക്കുറിപ്പുകൾ. അപ്പോൾ ചമ്മന്തി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അതേസമയം നല്ല സ്വാദുള്ള കാര്യമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സ്വാദില്ലാതാകാൻ പാടില്ലല്ലോ, അത് നല്ല സ്വാദിൽ തന്നെ ചെയ്യണം. ഇതൊരു വ്യത്യസ്തമായ ചമ്മന്തിയാണ്. ഇതൊരു വറുത്തര ചമ്മന്തി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വറ്റൽമുളക് 20 എണ്ണം, തേങ്ങ കൊത്തിയെടുത്തത് 1 തേങ്ങയുടെ പകുതി, ചെറിയ ഉള്ളി 10 എണ്ണം, വാളംപുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യമായത്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ട ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുപ്പ് കത്തിക്കാം, എന്നിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം. അങ്ങനെ നമ്മുടെ വറുത്തര ചമ്മന്തിക്ക് വേണ്ട എണ്ണ എന്ന് പറഞ്ഞാൽ വറുത്ത് കോരാനുള്ള എണ്ണ വേണം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു ഡ്രൈ ഫ്രൈ അല്ല, പിന്നെന്താ ചെറുതായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂപ്പിക്കുന്നതല്ല. എണ്ണ ചൂടായി തുടങ്ങി. ഇനി നമുക്ക് വറ്റൽ മുളക്, ഇത് 20 എണ്ണം ഞാൻ എണ്ണ എടുത്തതാണ്. നല്ല പാകത്തിന് മൂപ്പിച്ച് വറുത്ത് കോരാം. തീ അല്പം കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ഇതേ ചൂടായി കിടക്കുന്ന എണ്ണയിൽ ചെറിയ ഉള്ളി ഏതാണ്ട് 15 എണ്ണം, അതും നമുക്ക് വറുത്ത് പോരാം. സൂക്ഷിച്ച്, ചെറിയ എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. ഉള്ളി പാകത്തിന് പച്ച ചുവയൊക്കെ മാറി വെന്തിട്ടുണ്ട്. എണ്ണയിൽ നിന്നും മാറ്റുന്നു. ഇനി നമ്മൾ തേങ്ങയുടെ കഷ്ണങ്ങൾ കൊത്തിയെടുത്തത്, തേങ്ങാക്കൊത്തും വറുത്തെടുക്കാം. ഇപ്പം എന്തായാലും നമ്മുടെ വറ്റൽ മുളക് പാകത്തിന് മൂത്തത് തണുത്തു. ഈ ഞെട്ട് നമ്മൾ ഇളക്കി മാറ്റണം. ഞെട്ട് ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഓരോ കാര്യമായിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. തേങ്ങ വാടിക്കഴിഞ്ഞു. ഇത് എണ്ണയിലേക്ക് നമ്മൾ പുളിയും കൂടി ഇടുകയാണ്. അങ്ങനെ നമ്മൾ പുളിയുടെ കഷ്ണവും വറുത്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ ഏത് രീതിയിൽ നോക്കി എല്ലാം വറുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തര ചമ്മന്തി ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ചമ്മന്തിയായി മാറും. ഒന്നിനൊരു കുറവ് വരുത്തണ്ട, എല്ലാം നമ്മൾ വറുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരല്പം തണുത്തോട്ടെ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്കൊരു ചമ്മന്തിയായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യേണ്ടത്. ഇതൊരല്പം ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാനിതൊരു ചമ്മന്തിയായിട്ട് അരച്ച് മാറ്റുന്ന കാഴ്ച കാണാം. അതൊരു വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ സ്വാദിഷ്ടമായ വറുത്തര ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ കാണുന്നത് പോലെ തന്നെ സ്വാദാണിത്. ഇതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം നല്ല എരിവും ആവശ്യത്തിന് പുളിയും. എന്താ സ്വാദെന്നറിയോ. ഇത് കഴിക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത്. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ചമ്പാവരി ചോറിൻ്റെ കൂടെയോ വൈറ്റ് റൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നന്നായിട്ട് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര സ്വാദായിരിക്കും. ഒന്ന്, അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, കപ്പയുടെ കൂടെയും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും ആകാം. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ഒരല്പം ഇഞ്ചിയും കൂടി വറുത്ത് ചേർത്ത് അരച്ച് നോക്കും, കുറേ കൂടി നല്ലതായിരിക്കും. എന്തായാലും എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊരു ചമ്മന്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കണം. എല്ലാവർക്കും ഇഷ്ടം.